ദുബായിലെ ഏറ്റവും വ്യത്യസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്ന് വലിയ ചിത്ര ഫ്രെയിം പോലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ നിർമ്മിതി പഴയ ദുബായിയെയും പുതിയ ദുബായിയെയും ഒരേ കാഴ്ചയിൽ കാണാൻ അവസരം നൽകുന്നു. ദുബായിയുടെ ഹൃദയഭാഗമായ സബീൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചിത്ര ഫ്രെയിം ആകൃതിയിലുള്ള ഒരു സ്മാരകമായി ഇതറിയപ്പെടുന്നു. 150 മീറ്റർ ഉയരവും 93 മീറ്റർ വീതിയുമുള്ള ഈ വിസ്മയ നിർമ്മിതി ദുബായിയുടെ പഴയ ചരിത്രവും ആധുനിക ഭാവിയും ഒരേ കാഴ്ചയിൽ അനുഭവിക്കാനുള്ള അപൂർവ അവസരം നൽകുന്നു. അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് തിളങ്ങി നിൽക്കുന്ന ഇതാണ് ദുബായ് ഫ്രെയിം. ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദുബായ് ഫ്രെയിം കാണാൻ പോവുകയാണ്. മനോഹരമായി പൂത്തൊലഞ്ഞു കിടക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള പെറ്റൂണിയ പൂക്കൾക്ക് ഒരു ക്ഷതവും ഏൽപ്പിക്കാതെ വളരെ സൂക്ഷിച്ച് ഞങ്ങൾ നടന്നു നീങ്ങി. അവിടുത്തെ സെക്യൂരിറ്റികളോടൊപ്പം ഒരു ചെറിയ സെക്യൂരിറ്റി കൂടി ഉണ്ടായിരുന്നു. ലൈനായിട്ട് വെച്ച് പിടിപ്പിച്ച തണൽ മരങ്ങൾ അതിമനോഹരമായി നിൽക്കുന്നു. അതിനിടയിൽ താൽക്കാലികമായി വച്ചിരിക്കുന്ന റോപ്പുകളുടെയും തൂണുകളുടെയും ഇടയിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങി. ഭംഗിയായി വെട്ടി നിർത്തിയിരിക്കുന്ന ഇലച്ചെടികൾ പല ആകൃതിയിലും പല രൂപത്തിലുമാണ് ഇത് നിൽക്കുന്നത്. ശക്തമായി അടിച്ചു കയറുന്ന തണുത്ത കാറ്റുണ്ട്. അങ്ങ് ദൂരെ നിന്ന് നോക്കിയപ്പോൾ കതകിൻ്റെ കട്ടില പോലെയുള്ള മെലിഞ്ഞു നീണ്ട ഒരു സാധനം അടുത്ത് വന്ന് നോക്കിയപ്പോൾ എന്തൊരു വീതിയും എന്തൊരു നീളവും. സ്വർണം പൂശി നിൽക്കുന്ന അതിമനോഹരമായ ഒരു ഫ്രെയിം തന്നെ. അവധി ദിവസം അല്ലാഞ്ഞിട്ടുകൂടെ നല്ല തിരക്കാണിവിടെ. കുറച്ച് കൊച്ചു കൊച്ചു ഫോട്ടോകളൊക്കെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. മനോഹരമായ ഒരു ഗാർഡൻ ഉണ്ട് ഇവിടെ. സ്വർണം ചിരണ്ടി എടുക്കാമോ എന്ന് ചിലരൊക്കെ നോക്കുന്നുണ്ട്. നല്ല ഫൗണ്ടൻ ഉണ്ട്. അങ്ങ് ദൂരെയുള്ള സ്ഥലങ്ങൾ വരെ നമുക്കിവിടെ നിന്നാൽ കാണാവുന്നതാണ്. പാട്ടിൻ്റെ താളത്തിനൊത്താണോ ഇവിടുത്തെ ഫൗണ്ടനിലെ വെള്ളത്തുള്ളികൾ തുള്ളുന്നതെന്ന് ഒരു സംശയം തോന്നി. താളവും ഈണവും പ്രകൃതിയിലെ ജലകണികകൾക്ക് പോലും മനസ്സിലാകുന്നുണ്ടോ എന്നൊരു സന്ദേഹം. ഇവിടെ ഈ ക്യൂവിൽ നിൽക്കുന്നവരെല്ലാം അത് ആസ്വദിച്ച് മതിമറന്ന് നിൽക്കുകയാണോ എന്നെനിക്കൊരു സംശയം തോന്നി. കണ്ണിനും കാതിനും മനസ്സിനും കുളിർമ നൽകുന്ന മനോഹരമായ ചിത്രം. നല്ല വൃത്തിയായി കിടക്കുന്ന ഈ പ്രദേശത്ത് പൂത്തൊലിഞ്ഞു നിൽക്കുന്ന ചെടികളും വെട്ടി നിർത്തിയിരിക്കുന്ന ചെറിയ മരങ്ങളും കണ്ണിനും മനസ്സിനുമെല്ലാം സന്തോഷം നൽകുന്നു. എല്ലാവരും ഉള്ളിലേക്ക് ലൈനായിട്ട് പ്രവേശിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ദുബായ് ഫ്രെയിമിനകത്ത് പെടുന്ന ഫോട്ടോകൾ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഫോട്ടോഗ്രാഫറുമുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്കതിൻ്റെ കോപ്പി തരുന്നതാണ്. ഇവിടെ കുതിരകളുടെ മനോഹരമായ ശില്പങ്ങളുണ്ട്. ശക്തി, ഉയർച്ച, സ്വാതന്ത്ര്യം, മുന്നോട്ട് പോകൽ, ജീവിതത്തിൻ്റെ സൗന്ദര്യമുള്ള സമന്വയം എന്നിവയൊക്കെയാണ് ഈ ശില്പങ്ങൾ നൽകുന്ന സന്ദേശം. കുതിരകൾ പരാജയമില്ലാതെ മുന്നോട്ട് ഓടുന്ന വഴികളാണ് കാണിക്കുന്നത്. ഇവിടെ ദുബായിയുടെ പഴയകാല ചരിത്രങ്ങൾ മുഴുവൻ കാണാം. അതിൻ്റെ വിവിധ ഭാവങ്ങളും രൂപങ്ങളുമൊക്കെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ പണ്ടുകാലത്ത് ഉപയോഗിച്ച സാധനങ്ങളുടെ ഒരു പ്രദർശനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
ലിഫ്റ്റ് ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. 48 നിലയുടെ മുകളിൽ പോകുന്ന അത്രയ്ക്ക് ദൂരമാണ് പോകേണ്ടത്. പക്ഷെ നല്ല സ്പീഡിലാണ് ലിഫ്റ്റ് മുകളിലേക്ക് കയറുന്നത്. രാജാവിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സബീൽ പാർക്കിൽ തന്നെയാണ് ദുബായ് ഫ്രെയിം സ്ഥിതി ചെയ്യുന്നത്. ഫ്രെയിമിൻ്റെ ഒരു വശത്ത് ദൈറ, ബുർദുബായ് പോലുള്ള പഴയ ദുബായ് പ്രദേശങ്ങളും മറുവശത്ത് ബുർജ് ഖലീഫ ഉൾപ്പെടെയുള്ള ആധുനിക സ്കൈലൈനുകളുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഫ്രെയിമിനുള്ളിൽ പഴയ ദുബായും പുതിയ ദുബായും. മുകളിലത്തെ ഈ നിലയുടെ നടുഭാഗം ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ 150 മീറ്റർ താഴെയുള്ള പാർക്ക് കാണാം. ത്രില്ലും ഫോട്ടോ എക്സ്പീരിയൻസും ഒരുമിച്ച് കിട്ടുന്നുണ്ട്. ആദ്യം ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭീതിയാണ് തോന്നിയത്, പിന്നീട് അത് മാറി. മുകൾ വശത്ത് മനോഹരമായ ലൈറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാറി മാറി ചിത്രങ്ങൾ വരുന്നുണ്ട്. അതിനനുസരിച്ച് ഗ്രൗണ്ടിൻ്റെ കളറും മാറി വരുന്നുണ്ട്. താഴെ പോകുന്ന കാറുകളൊക്കെ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. തീർത്തും വിഭിന്നമായ ഒരനുഭവം. പഴയ ദുബായിയുടെ ചിത്രമാണ് ഈ കാണുന്നത്. മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. പലരും പലപ്പോഴായി ഇതൊക്കെ വന്ന് കണ്ടിട്ടുണ്ടായിരിക്കാം. എങ്കിലും അതിൻ്റെ ശരിയായ ഫോമിൽ ആസ്വദിച്ചിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അതിമനോഹരമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാജാവിൻ്റെയും മറ്റുദ്യോഗസ്ഥരുടെയും ദീർഘവീക്ഷണവും സ്വപ്നങ്ങളും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇത് 2018 ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. വിദേശികളും സ്വദേശികളുമായി ധാരാളം ആൾക്കാർ ഇവിടം സന്ദർശിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് പഴയ മസ്ജിദുകളും ലളിതമായ കെട്ടിടങ്ങളുമാണ് കാണുന്നത്. താഴ്ന്ന ഉയരത്തിലുള്ള പരമ്പരാഗത കെട്ടിടങ്ങൾ. ഇവിടെ കാണുന്നത് ദുബായിയുടെ വേരുകളാണ്. വ്യാപാരവും മീൻപിടുത്തവും അധിഷ്ഠിതമായിരുന്ന ഒരു പഴയ ദുബായ്. ഞങ്ങളവിടെ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തു. ജീവിതത്തിലെന്നും ഓർത്തിരിക്കാനായി. ഇതിൻ്റെ മറു സൈഡിൽ ബുർജ് ഖലീഫ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. അതുപോലെ തന്നെ ഷെയ്ഖ് സായിദ് റോഡ്, ആകാശചുംബികളായ കെട്ടിടങ്ങൾ, വീതിയേറിയ റോഡുകളും തിരക്കേറിയ നഗരജീവിതവും. ഈ വശത്ത് നമുക്ക് ദുബായിയുടെ ഭാവി നമുക്ക് മുന്നിൽ തുറക്കുന്നു. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന സ്കൈ ലൈൻ, ഗ്ലാസ് ഫസാഡുകൾ, ആധുനിക കെട്ടിടങ്ങൾ, വീതിയേറിയ റോഡുകളും തിരക്കുള്ള നഗരവീഥികളും എല്ലാം കാണാവുന്നതാണ്. വിശാലമായ ലോകം കണ്ടുകൊണ്ട് ഞങ്ങൾ ലിഫ്റ്റിൽ താഴേക്ക് പോവുകയാണ്. ആധുനിക ജീവിത സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഈ ഫ്രെയിമിൻ്റെ പുറഭാഗം സ്വർണ്ണ നിറത്തിലുള്ള ഡിസൈനാണ്. എക്സ്പോ 2020 ലോഗോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തതാണ്. ഇവിടെ താഴെ ഇറങ്ങി വന്നാൽ ഫ്യൂച്ചർ ദുബായ് എന്ന വിഷ്വൽ ഷോയുണ്ട്. ദുബായിയുടെ ഭാവിയെ ഇവിടെ അവതരിപ്പിക്കുന്നു. നമ്മളെപ്പോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കൊമ്പ് കോർക്കാതെ നാളെ എന്ത് സംഭവിക്കണം എന്നുള്ള ചിത്രം ഇന്ന് തന്നെ മനോഹരമായി വരച്ചു കാണിച്ചിരിക്കുന്നു. കൊച്ചുകുട്ടികളെയും ചെറുപ്പക്കാരെയും സ്വപ്നം കാണാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള മോട്ടിവേഷൻ നൽകാൻ ഇതുപോലുള്ള ചിത്രങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ധാരാളം ആൾക്കാർ ഇത് വന്ന് കണ്ടിട്ടുണ്ടായിരിക്കാം. കാണാത്തവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ വന്നൊന്ന് കാണേണ്ടതാണ്. ഭംഗി ആസ്വദിച്ചുകൊണ്ട് മനോഹരമായ ചിത്രങ്ങൾ ഞങ്ങളാലാവുന്ന പോലെ പകർത്തി. ഒരു മരുഭൂമിയിൽ ഇത്രയേറെ ചെയ്യാമെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ചെയ്യാമായിരുന്നു. നല്ല നാളിൽ സ്വപ്നം കണ്ടുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരട്ടെ.
വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.